ഇറാനിൽ രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന പ്രക്ഷോഭങ്ങളെ തുടർന്ന് മലയാളി വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താനാകാതെ മാതാപിതാക്കൾ ആശങ്കയിൽ. വിദ്യാർത്ഥികൾക്ക് സ്വയം ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇറാനിലേക്ക് പണം അയക്കാനും സാധിക്കുന്നില്ല. ടിക്കറ്റ് എടുക്കാനുള്ള പണം വിദ്യാർത്ഥികളുടെ പക്കൽ ഇല്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. അടിയന്തരമായി എംബസി ഇടപെടൽ ഉണ്ടാകണമെന്നും മാതാപിതാക്കൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്നും അവിടേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയതോടെ ആശങ്കയിലാണ് ഇറാനിലെ മലയാളി വിദ്യാർത്ഥികളും മാതാപിതാക്കളും. കെർമാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിക്കുന്ന 12 മലയാളി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണ് ആശങ്ക പങ്കുവയ്ക്കുന്നത്. വിദ്യാർത്ഥികളുമായ ആശയവിനിമയം സാധ്യമാകുന്നില്ല. വിദ്യാർത്ഥികൾക്ക് സ്വയം ടിക്കറ്റ് എടുത്ത് വരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും മാതാപിതാക്കൾ പറയുന്നു. എംബസി എന്നുള്ള നിർദ്ദേശമുണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റിയും പറഞ്ഞിട്ടുണ്ട് കാരണം നാട്ടിലേക്ക് പോകാമെന്നുള്ള. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ നെറ്റ് കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്താണ്ട് അയച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഞങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് കെർമാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ യുദ്ധ ഭീഷണിയാണ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് ഭയങ്കര പേടിയുണ്ട് ആ കാര്യത്തിലൊക്കെ. പ്രക്ഷോഭ സമയത്ത് അവിടെ നിന്നാൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ട്, അവൾക്കും ബുദ്ധിമുട്ടാണ്. ഭക്ഷണ സാധനങ്ങളാണെങ്കിലും മര്യാദയ്ക്ക് കിട്ടാനില്ല. 11 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉൾപ്പെടെ 12 മലയാളി വിദ്യാർത്ഥികളാണ് കെർമാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിക്കുന്നത്. ഉടൻ നാട്ടിലേക്ക് മടങ്ങാൻ യൂണിവേഴ്സിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തതും ഇന്റർനെറ്റ് സൗകര്യമില്ലാത്തതും വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധിയാവുകയാണ്. അടിയന്തരമായി ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.